ഒരു സെക്കൻഡ്. ഇതിപ്പം ശാന്തിവിള പറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫാൻ ഷോയ്ക്ക് പോയി ഇരുന്ന് അദ്ദേഹത്തിന് പറ്റിയ ഒരു അനുഭവത്തെ പറ്റി അല്ല പറഞ്ഞത്. അതായത് ടോട്ടലായിട്ട് ഇപ്പം നമുക്ക് ഇവിടെ പ്രസക്തമായ കാര്യങ്ങൾ ഞാനത് ആദ്യം തുടക്കത്തിൽ ചോദിച്ചത്. ഒരു ദിവസത്തെ ഒരു ഫാൻ ഷോ കൊണ്ട് നിർമ്മാതാവിന് കാശ് തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊരു കണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള ഒരു പടമാണെങ്കിൽ അതായത് ഫാൻ ഷോ കൊണ്ടുള്ള ഗുണം ഉണ്ടാകുന്ന വെച്ചാൽ ഒന്ന് ഫാൻസുകാർ ചെയ്യുന്ന നന്മകളോ അതിനെപ്പറ്റിയുള്ള മോശപ്പെട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അവർ വെൽഫെയർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒരു താരത്തെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ദ ലാസ്റ്റ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലുമാണ്. ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അല്ല, അത് കാരണം ഓർഗാനിക് ആയിട്ട് അത് സംഭവിച്ച വർഷങ്ങളായിട്ട് സംഭവിച്ച ഒരു പ്രക്രിയയിലൂടെ. കാരണം നമ്മളൊക്കെ പഴയ മനുഷ്യർ വേണ്ടല്ലോ അങ്ങനെ. അല്ല, വേടൻ പാടാൻ വരുന്നു. അതിനുശേഷം കാരണം തുടർച്ചയായിട്ട് 13 മെഗാ ഹിറ്റ് സിനിമകൾ ചെയ്തത് ദിലീപേട്ടനാണ്. തുടർച്ചയായിട്ട് മലയാള സിനിമാ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 13 മെഗാ ഹിറ്റുകൾ ചെയ്തതാണ്. അതായത് ഒരു സമയത്ത് മലയാള സിനിമ തകർന്നിടുന്ന ഷക്കീല സിനിമയുടെ തരംഗത്തിൽ മലയാള സിനിമയെ പിടിച്ചുയർത്തിയത് ദിലീപേട്ടന്റെ സിനിമകളാണ്. മീശമാധവൻ പോലെയുള്ള സിനിമകളും, കല്യാണരാമൻ, പഞ്ചാബി ഹൗസ്, ഇതുപോലെ തുടർച്ചയായിട്ട് ഹിറ്റുകൾ ചെയ്ത് ഒരു ആവറേജ് സിനിമ പോലും സൂപ്പർ ഹിറ്റ് ആക്കിയതാണ്. റിയാസ് പറയാൻ വന്നത് അതുകൊണ്ട് ദിലീപിനെ പോലുള്ളവർ നിലനിൽക്കുമെന്നാണ്. പുള്ളി സൂപ്പർ സ്റ്റാർ ആണ് മലയാള സിനിമയുടെ. ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിന്റെ ഇടയിലും എല്ലാ ഓഡിയൻസിന്റെ ഇടയിലും ഇതുള്ളത് ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ. ഇവിടെ കണ്ടന്റ് ആണ് സൂപ്പർ സ്റ്റാർ. തുടക്കത്തിൽ ഫാൻസ് അസോസിയേഷൻ തികച്ചും ദുർബലമായിരുന്നുവെങ്കിലും കുറെ ദൗർബല്യങ്ങൾ അതിങ്ങനെ ഉണ്ടായിരുന്നു. ഒരാൾക്കൂട്ടം മാത്രമായിരുന്നു. ഇപ്പോൾ പുതിയ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വെൽഫെയർ അത് തന്നെ വെൽഫെയർ എന്നുള്ള പേര് കൂടി ചേർത്ത് ഫാൻസ് അസോസിയേഷൻ പറഞ്ഞ മുഖംമൂടി എന്നുള്ള പ്രയോഗം ദയവ് ചെയ്ത് പിൻവലിക്കണം. കാരണം ഇവിടെ ആരും മുഖം മൂടി വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. കൃത്യമായി വ്യക്തമായി പൊതുസേവന പല ഫാൻസുകാരും മുഴുവനായിക്കോട്ടെ സാറ് പിൻവലിച്ച നന്ദി, സന്തോഷം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്. പറഞ്ഞോട്ടെ. സാറ് പറയുമ്പോ ചുമ്മാതിരുന്നോ, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഇന്നത്തെ കാലത്ത് റിയലും തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും കൃത്യമായിട്ടുണ്ട്. അപ്പൊ ഏതിനെ ഫോളോ ചെയ്യണം അത് കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ട്. സജിയേട്ടനോടുള്ള എല്ലാ ബഹുമാനം വെച്ച് എല്ലാ ബഹുമാനം വെച്ച് ആദരപൂർവ്വം ചെറിയൊരു തിരുത്ത്. എനിക്ക് വിയോജിപ്പല്ല, ആദരപൂർവ്വം ചെറിയൊരു തിരുത്താണ്. സ്റ്റോപ്പിംഗ് അല്ലേ സാർ? പറയാനുള്ളത് പറഞ്ഞു പോകണ്ടേ? സാറ് പറഞ്ഞ് കണ്ടന്റ് ആണ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു. യെസ്, സമ്മതിക്കുന്നു ഒരു പരിധി വരെ. അങ്ങനെയെങ്കിൽ ഹരിമുരളി വരുന്ന പാട്ട് സാറിനോടോ എനിക്കോ തന്നാൽ ദാസേട്ടൻ പാടിയ പോലെ പാടാൻ പറ്റുമോ? ഇല്ല. അത് പ്രതിഫലിപ്പിക്കാൻ ഒരാള് വേണം. അപ്പൊ കണ്ടന്റ് മാത്രമല്ല, അത് പ്രതിഫലിപ്പിക്കുന്ന ആളും അവിടെ വളരെ പ്രസക്തമാണ്. അത് കൂടുതൽ ആഡ് ചെയ്യപ്പെടും. കണ്ടന്റില്ലെങ്കിൽ ആളില്ല. കണ്ടന്റില്ലെങ്കിൽ ആരും അഭിനയിച്ചിട്ട് കാര്യമില്ല. പ്രതിഫലിപ്പിക്കാനുള്ള ഇച്ഛാശക്തിയും അത് ചെയ്യാനുള്ള ആർജവും കൂടെ വേണ്ട സാർ. അത് വേണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. രണ്ടും ഒരേ വഴി. കണ്ടന്റ് നന്നായില്ലെങ്കിൽ ഏത് വലിയ ആർട്ടിസ്റ്റല്ല ഒരു കാര്യമില്ല. റിയാലിറ്റി. ഇപ്പൊ സാർ പ്രൊഡ്യൂസറാണ്, ഇപ്പഴത്തെ ഡയറക്ടർമാരാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ആ കണ്ടന്റ് എത്തണമെങ്കിൽ അത് പ്രതിഫലിക്കാനുള്ള ടാലന്റ് കൂടെ വ്യക്തിക്ക് വേണം. അതും കൂടെ നോക്കുമ്പോൾ അത് ഫുൾഫിൽ ആവുന്നുള്ളൂ. 100% അതുകൂടെ പറഞ്ഞു. ഒരു ക്ലാസിക് ചോദ്യമുണ്ട്. അതായത് ഒരു ദിവസം ഈ ആഘോഷ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് ആ സിനിമ ഹിറ്റാക്കാൻ പറ്റൂ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ 3 ദിവസം ആൾക്കാരെ പൈസ കൊടുത്ത് കയറ്റുന്നതാണല്ലോ ഇപ്പോഴത്തെ കലാപരിപാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.